ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഏക വ്യക്തി എന്നത് രാഹുൽ ഈശ്വർ ആണ്. അതായത് നിലവിൽ നമുക്കറിയാം 5-6 പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ്. 5 അല്ലെങ്കിൽ 6, നമുക്ക് കൃത്യമായ ആ ഡേറ്റ ലഭ്യമല്ല. 5 അല്ലെങ്കിൽ 6 പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പ്രതികളിൽ ഇപ്പോൾ അതായത് നിലവിൽ അറസ്റ്റിൽ ആയിട്ടുള്ളത് രാഹുൽ ഈശ്വർ മാത്രമാണ്. രാഹുൽ ഈശ്വർ നമുക്കറിയാം ടെലിവിഷൻ ചർച്ചകളിലൂടെയൊക്കെ ഇന്നലെ രാഹുൽ ഈശ്വർ പങ്കുവച്ച ദൃശ്യങ്ങളിലടക്കം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, എനിക്ക് ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്, എന്നെ നേരത്തെ അയക്കുമോ എന്നൊക്കെ പോലീസിനോട് ചോദിക്കുമ്പോൾ അതിനെന്താ എന്നൊക്കെ ചോദിച്ചാണ് പോലീസ് വരാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്തായാലും ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചയിലൊന്നും രാഹുൽ ഈശ്വറിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ജാമ്യം ലഭിച്ചാൽ അടുത്ത ചർച്ചയിൽ പങ്കെടുക്കാം, അല്ല എങ്കിൽ എന്താണ് സാഹചര്യം എന്നറിയില്ല. യുവതിയെ അപമാനിച്ചു, തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റം ആണുള്ളത്. രാഹുൽ ഈശ്വറിന് നേരെയും നേരത്തെ ചുമത്തിയിരുന്നത് IT ആക്ടിലെ 43, 66 വകുപ്പുകളും BNSലെ 72, 79 വകുപ്പുകളും തന്നെയാണ്. അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയ പശ്ചാത്തലത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്നതിലൊക്കെ വ്യക്തത കൈവരുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതാണ് ഈ യുവതിയെ അപമാനിച്ചവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് എങ്കിൽ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയതും യുവതിയെ ബലാത്സംഗം ചെയ്തതും ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയതും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ്. അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി എന്നതാണല്ലോ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അവിടെ ഡാൻ സംശയകരമാകുന്നത്, അതായത് ഈ പ്രതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് തെളിവുകളെല്ലാം നശിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് പാലക്കാട്ടെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ വ്യാഴാഴ്ചത്തെ ദിവസം എന്നത് പ്രധാനപ്പെട്ടതാണ്. അന്നായിരിക്കുമല്ലോ രാഹുൽ അവിടെ നിന്ന് മുങ്ങിയത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലും ഈ യുവതിയും തമ്മിൽ കുറച്ചുനാൾ സൗഹൃദത്തിലായിരുന്നെന്നും ആ സൗഹൃദത്തിനിടയിൽ അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ പിന്നീട് ഈ യുവതി പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനുശേഷം രാഹുലിനെ കെടിയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചു എന്നുമാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വാദം. അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെയാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും യുവതി അവർക്ക് നേരിട്ട ദുരനുഭവം, അവർ ഗർഭചിത്രത്തിന് വിധേയമായതിനെ തുടർന്ന് നേരിടേണ്ടി വന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും അടക്കം അഭിഭാഷകൻ മുഖേന കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അന്വേഷണ സംഘത്തിനും മുഖ്യമന്ത്രിക്കും അതിന്റെ പകർപ്പുകൾ അടക്കം കൈമാറിയിരുന്നു. അത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സീൽ ചെയ്ത കവറിൽ ചില ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് യുവതി രാഹുലുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന സമയത്ത് രാഹുൽ റെക്കോർഡ് ചെയ്ത ചില ശബ്ദ സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ പരാതി നൽകാനായി ചിലർ പ്രേരിപ്പിക്കുന്നു എന്ന പരാമർശങ്ങൾ അടങ്ങിയ ഒരു ശബ്ദ സന്ദേശം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഡിജിറ്റൽ തെളിവുകളായി കൈമാറിയിരിക്കുന്ന പെൺഡ്രൈവുകളിൽ ഉൾപ്പെടെ ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതായത് ഇതൊരു പീഡന പരാതിയല്ല, അങ്ങനെ ഒരു ബലാത്സംഗമല്ല, അതിനപ്പുറത്തേക്ക് ഒരു മ്യൂച്വൽ കൺസെന്റിൽ നടന്നതാണ്. അതിനുശേഷം പിന്നീട് യുവതി പരാതിയുമായി വരുന്നതിൽ അടിസ്ഥാനമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫും അതോടൊപ്പം സമാനമായ തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിച്ച എല്ലാ ഈ കേസിലെ 5 പ്രതികളും സമാനമായ തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഹാൻഡിലുകളിൽ രാഹുൽ അടിവുകളിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പരാമർശങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ കാര്യങ്ങളൊന്നുമല്ല. ഇവർ ഈ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു കാര്യങ്ങളുമല്ല ഈ കേസിന്റെ അടിസ്ഥാനം. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുവതിയുടെ ചിത്രങ്ങൾ 2025 മാർച്ച് മാസം 17-ാം തീയതി യുവതിയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ അനുവാദമില്ലാതെ ഇവരുടെ ചിത്രങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ വീഡിയോയായി പകർത്താൻ ശ്രമിച്ചു. ഇങ്ങനെ 2 ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ അനുവാദമില്ലാതെ പകർത്താൻ ശ്രമിച്ചു. അതിനുശേഷം ആ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട്
ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവിതം നശിപ്പിച്ചു കളയും, രാഹുലുമായി ബന്ധമുണ്ടെന്ന് പുറത്തു പറഞ്ഞാൽ ഈ ചിത്രങ്ങൾ പുറത്തു വരും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി അതിനുശേഷം ഈ ചിത്രങ്ങൾ കൈവശം വെച്ചുകൊണ്ട് പലപ്പോഴും പാലക്കാട്ടേക്ക് ഉൾപ്പെടെ ഫ്ളാറ്റിൽ അടക്കം വിളിച്ചു വരുത്തി തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പരാതിയിൽ യുവതി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് കടുത്ത വകുപ്പുകൾ, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതാണ്. അതായത് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കടുത്ത വകുപ്പുകൾ തന്നെയാണ്. അതായത് വളരെ കൃത്യമായി ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് പഴുതുകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള പ്രത്യേക ശ്രദ്ധ ഈ FIR-ൽ ഉണ്ട് എന്ന് നിയമവിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ട്. അക്കാര്യമാണ് ഇപ്പോൾ ഡാൻ സൂചിപ്പിക്കുകയും ചെയ്തത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. അതായത് ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ ആണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആരോപണങ്ങൾ എന്തൊക്കെ എന്നത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇനി പങ്കുവെക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് സാധാരണ നമുക്കറിയാം ഏതൊരു വ്യക്തിക്കെതിരെയും പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അത് പ്രത്യേകിച്ച് ഒരു അതിജീവിതയാകുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിജീവിതയുടെ മൊഴി എന്നതാണ് ഒരു കേസിലെ ഏറ്റവും നിർണായകമാകുന്ന ഒന്ന്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഈ പരാതിയും ഈ FIR-ലെയും സത്യവും അസത്യവും അത് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. പക്ഷേ അതീവ ഗൗരവതരമായ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും തന്നെയാണ് ഈ വകുപ്പുകളിലുള്ളത്. അതാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് BNS 64(2)F എന്നുള്ളതാണ്. അധികാരത്തിൽ ഇരുന്നു കൊണ്ടുള്ള ബലാത്സംഗം എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിലെ തന്നെ സൂചിപ്പിച്ചു, രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ്. ഞങ്ങൾ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അവർ മാതൃക ആകേണ്ട ആളുകളാണ്. അതായത് ജനങ്ങളെ സേവിച്ചു കൊള്ളാമെന്ന് സ്വയം തയ്യാറായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആൾ ആണ് എന്നുള്ളതാണ്. ഇത് അടുത്ത വകുപ്പ് എന്നത് BNS 64(2)H എന്നതാണ്. ഗർഭിണിയാകും എന്ന അറിവോടുകൂടിയായിരുന്നു ബലാത്സംഗം എന്നുള്ളതാണ്. അതായത് കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് മാത്രവുമല്ല, BNS 64(2)M അനുസരിച്ച് ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കൽ അല്ല, പലതവണയായി ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളത് തന്നെയാണ് അടുത്ത കുറ്റമായി വരുന്നത്. മറ്റൊന്ന് BNS 89 വകുപ്പ് പ്രകാരമുള്ളതാണ്. അത് നിർബന്ധിതമായ ഗർഭഛിദ്രം എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രിയ പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ ഒന്ന് എന്നത് ഇത് തന്നെയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ അതിജീവിതയെ എങ്ങനെ അപമാനിക്കുന്നു എന്നത് ശ്രദ്ധിച്ചതാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ജനപ്രതിനിധി ഒരു യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിപ്പിച്ചു എന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ്. ആ ഗർഭം എന്നത് ആരുടേതുമാകാം, പക്ഷേ നിയമപരമല്ലാതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സുഹൃത്തിനോട് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അങ്ങനെ സുഹൃത്ത് നൽകിയ ഗുളികയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്തത് 316 വിശ്വാസവഞ്ചന 5 വർഷം വരെ തടവും പിഴയും ലഭിച്ചേക്കാവുന്ന ഒന്നാണ്. അതായത് ഈ യുവതിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിവാഹം കഴിക്കാമെന്നൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായി വിശ്വാസവഞ്ചനയാണ്. ഈ വകുപ്പുകൾ ഉണ്ട്. അതിനുശേഷം നമ്മൾ പുറത്തു വന്ന ടെലിഫോൺ സംഭാഷണത്തിൽ ഭീഷണിപ്പെടുത്തുന്നത്, അതായത് ഈ പെൺകുട്ടി കൊല്ലാനാണോ ശ്രമം എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ എനിക്ക് നിസ്സാരമായി സാധിക്കില്ലേ എന്ന മട്ടിലുള്ള ഭീഷണി, ആ ഭീഷണിപ്പെടുത്തൽ 7 വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള ഗൗരവമേറിയ വകുപ്പുകൾക്ക് പുറമെ BNS 329 അത് അതിക്രമിച്ചു കടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പലയിടങ്ങളിൽ വെച്ചാണ്, പ്രത്യേകിച്ച് യുവതിയുടെ വസതിയിൽ വെച്ച് അടക്കം, ഫ്ളാറ്റിൽ വെച്ചടക്കം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അനുവാദത്തോടെയല്ല, അത് അതിക്രമിച്ചു കയറിയുള്ള പീഡനമായിരുന്നു എന്ന് പറയുമ്പോൾ ആ അതിക്രമം എന്നതും ഒരു വകുപ്പാണ്. അത് താരതമ്യേന വകുപ്പ്, അതായത് ശിക്ഷ കുറഞ്ഞ വകുപ്പാണ്. 3 മാസമൊക്കെയാണ് ശിക്ഷ ലഭിക്കുക. എന്നാൽ ഗൗരവമേറിയ ഒന്നാണ് ഒരു യുവതിയെ, ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുക. അത് കഠിനമായ ദേഹോപദ്രവം സൃഷ്ടിച്ചു എന്നാണ് യുവതി പറയുന്നത്. അത് പ്രകാരം BNS 116 പ്രകാരമുള്ള വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒന്നാണ്. മറ്റൊന്ന് സ്വകാര്യതയുടെ ലംഘനം എന്നുള്ളതാണ്. ഇത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ ഒരു സ്വകാര്യതയുണ്ട്. അവരുടെ ശരീരവും മനസ്സുമൊക്കെ അവരുടേത് മാത്രമാണ്. അതിലേക്കാണ് കടന്നു വന്നത്. അവിടെയാണ് ഈ IT ആക്ട് ഉൾപ്പെടെ അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന തരത്തിൽ, അവരുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മീഡിയയിലൂടെയും എല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്ന് മാത്രവുമല്ല, ഇത് IT ആക്ട് പ്രകാരം ഉള്ള വകുപ്പാണ് എന്നതാണ്. ഇങ്ങനെ ഗൗരവമേറിയ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഈ ഗൗരവമേറിയ വകുപ്പുകൾ നിലനിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോഴും ഒളിവിൽ തുടരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാൻ സാധിക്കാത്തത് എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്.
അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് അരിച്ചുപെറുക്കി തെരച്ചിൽ നടത്തുന്നു എന്ന വിവരവും നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഡേറ്റകൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ അനുയായികൾ നശിപ്പിക്കുന്നു എന്നുകൂടിയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ച ദിവസത്തെ ഡേറ്റകൾ ഇപ്പോൾ, അതായത് CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമല്ലാത്ത സാഹചര്യവും ഉണ്ടാകുന്നത്. പ്രിയ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുന്നു, ഇതെല്ലാം യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള വകുപ്പുകൾ ആണ്. ഈ വകുപ്പുകൾ നിലനിൽക്കുമോ അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത് കോടതി തീരുമാനിക്കുക അന്വേഷണ കണ്ടെത്തലിലൂടെയാണ്. അതിനപ്പുറത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്താൽ അതിലുണ്ടാകുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിവെക്കാൻ ഞങ്ങളും ഒരുക്കമല്ല. അത് ശരിയോ തെറ്റോ എന്ന് നമ്മുടെ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. പക്ഷേ യുവതിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് എന്ത് എന്ന് കൂടി വളരെ പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ, യുവതിയുടെ മൊഴി എന്നത് 2024 ഓഗസ്റ്റ് 22 വിവാഹം നടന്നു എന്ന് തന്നെയാണ്. അവർ അത് നിഷേധിക്കുന്നില്ല. 2024 ഓഗസ്റ്റ് 22 വിവാഹം നടന്നത്. പക്ഷേ അത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്ന് യുവതി പറയുന്നുണ്ട്. പക്ഷേ നിയമവിദഗ്ധർ പറയുന്നത് ആ വിവാഹം പലരും ഈ അറിയിച്ച് നടത്തിയ ഒന്നാണ്. അതുകൊണ്ട് നിയമപരമായി രജിസ്റ്റർ ചെയ്തില്ല എന്ന വാദം നിലനിൽക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്നിച്ചു കഴിഞ്ഞത് 4 ദിവസം മാത്രമാണ്, ഭർത്താവുമായി ഒന്നിച്ചു കഴിഞ്ഞത് 4 ദിവസം മാത്രമാണ് എന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ഭർത്താവുമായുള്ള ബന്ധം പിരിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറുവാദം ഉയർന്നത്. ഭർത്താവുള്ളപ്പോൾ തന്നെയാണ് ഈ ബന്ധം സ്ഥാപിച്ചത് എന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുമൊക്കെയാണ്. അതേസമയം രാഹുലുമായി പരിചയപ്പെട്ടത് 5 മാസത്തിന് ശേഷം എന്നാണ് യുവതി പറയുന്നത്. 1 മാസത്തിന് ശേഷം വിവാഹബന്ധം പിരിഞ്ഞുവെങ്കിൽ രാഹുൽ പറയുന്ന വാദം ശരിയല്ല എന്ന് യുവതി പറയുന്നു. പരിചയപ്പെട്ടത് ഈ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്നുകൂടി യുവതിയുടെ മൊഴിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുലിൻ്റെ ആരോപണമാണ് യുവതി പറയുന്നതാണോ ശരി എന്നത് അന്വേഷണ സംഘം കണ്ടെത്തണം. യുവതിയുടെ മൊഴിയിൽ 2ാം മാസത്തിലാണ് ഗർഭഛിദ്രം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അതായത് ഗർഭിണിയാണ് എന്നറിഞ്ഞ അക്കാര്യം രാഹുൽ മാങ്കൂട്ടവുമായി പങ്കുവെച്ചപ്പോഴൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല വലിയ എതിർപ്പുകൾ എന്നുള്ളതാണ്. 2ാം മാസത്തിലേക്ക് എത്തുമ്പോഴാണ് ഗർഭഛിദ്രം നടത്തിയത് എന്നാണ് അറിയുന്നത്. ഇതിൽ ഡോക്ടറുടെ മൊഴി കൂടി പ്രധാനപ്പെട്ടതാകും. അതായത് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഗർഭഛിദ്രം നടന്നത് എന്ന നിലയിൽ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന്, ഡോക്ടറുടെ നേതൃത്വത്തിൽ ആയിരുന്നില്ല ഈ ഗർഭഛിദ്രം നടന്നത്. പക്ഷെ പിന്നീട് വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടായ പശ്ചാത്തലത്തിലടക്കമാണ് ഡോക്ടറെ സമീപിച്ചത്. മരുന്ന് കഴിച്ചത്, യുവതി ഗർഭഛിദ്രത്തിനായി മരുന്ന് കഴിച്ചത് മെയ് 30 എന്നാണ് യുവതി മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. അവിടെ സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടി എന്നറിയാൻ സാധിക്കുന്നു. മാനസികമായി വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നുള്ളതാണ്. ആ മാനസികമായി തളർന്നുപോയ യുവതിയെ വീണ്ടും മാനസികമായി തന്നെ തളർത്തുന്ന തരത്തിലുള്ള പ്രതികരണം ആയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അവിടെയാണ് ഭീഷണി അടക്കമുള്ള വകുപ്പുകൾ പ്രധാനപ്പെട്ടതായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് യുവതിക്ക് പറയാൻ ഉള്ളത്. യുവതിയുടെ മൊഴി എന്നത്, യുവതിയുടെ ഈ മൊഴിയാണ് ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഇനി മൊഴി പൊരുത്തക്കേടുകൾ ഉണ്ടോ, അതെയോ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാമോ, ഇതെല്ലാം അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. പക്ഷേ ഏറ്റവും നിർണായകമെന്നത് രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നുള്ള ചോദ്യമാണ്. മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു. ബുധനാഴ്ചയാണ് കോടതി ഈ വിഷയങ്ങൾ പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ യുവതിയുടെ മൊഴിയെയും രാഹുലിൻ്റെ ആരോപണങ്ങൾ തെറ്റാണ് എന്നതിൻ്റെയും ഒക്കെ സാധൂകരിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷണ സംഘം സമർപ്പിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.